ബാംഗ്ലൂർ ബണ്ണർഘട്ട നാഷണൽ പാർക്കിലൂടെ ഒരു അടിപൊളി ബസ് സഫാരി അതാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ നിരക്കുകളൊക്കെ ഒന്ന് പറയാം. ഇപ്പം നിങ്ങൾ ജീപ്പ് സഫാരിയാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതിൽ കോംബോ വരുന്നത് 3500 റുപ്പീസാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് സൂ കാണാം, ജീപ്പ് സഫാരി ചെയ്യാം, ബട്ടർഫ്ലൈ പാർക്കിൽ കയറാം, അതുപോലെ തന്നെ ക്യാമറയും കൊണ്ടുപോകാം. സെലക്ട് ചെയ്യുന്നത് AC ബസ് സഫാരി കോംബോ ആണെങ്കിൽ നിങ്ങൾക്ക് AC ബസ്സിൽ സഫാരി ചെയ്യാം, സൂ കാണാം, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്കും കാണാം, ക്യാമറയും കൊണ്ടുപോകാം. അതിന് വരുന്നത് ഏകദേശം 700 രൂപയായിരിക്കും. ഇനി ഒരു നോൺ AC ബസ് കോംബോ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സൂ കാണാം, അതുപോലെ തന്നെ സഫാരിയും ചെയ്യാം. അതിന് വരുന്നത് 350 റുപ്പീസാണ്. ഇത് വീക്ക് ഡേയ്സിലെ ചാർജാണ്. ശനി ഞായർ പോലുള്ള വീക്കെൻഡ്സിലാണ് എങ്കിൽ ഒരാൾക്ക് അത് 400 രൂപയാകും. ഇനിയിപ്പോൾ നിങ്ങളൊരു നോൺ AC ബസ്സാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഏകദേശം ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഡ്യൂറേഷൻ ആ യാത്രയ്ക്ക് ഉണ്ടായിരിക്കും. ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ സഫാരി നിങ്ങളെ ഒരു തരത്തിലും നിരാശരാക്കില്ല. എന്തായാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും സൂവിൻ്റെ ഇരുമ്പഴിക്കുള്ളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് എനിമൽസ് അത്യാവശ്യം നല്ല ഫ്രീഡത്തോടെ കൂടി തന്നെ കാട്ടിലിങ്ങനെ മേയുന്ന കാഴ്ച കാണാനായിട്ട് അടിപൊളിയാണ്. ഈ ഒരു കാടിനെ അവർ ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ആന, മാൻ, അതുപോലെ കേഴ എന്നിങ്ങനെയുള്ള സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങളെയായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ കാടിങ്ങനെ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ പോകുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ 16-ന്. അതുകൊണ്ട് തന്നെ നല്ല പച്ച പുല്ലിൽ ഹാപ്പി ആയിട്ട് മേയുന്ന ഒരുപാട് മാൻ കൂട്ടങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ഇങ്ങനെ ഒരു ആനക്കൂട്ടത്തെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ 2 ആനക്കൂട്ടങ്ങളെ കണ്ടിരുന്നു. അത് നമ്മൾ വഴിയെ കാണും. ഇവരിങ്ങനെ സ്വൈര്യമായിട്ട് ആ ഇരുമ്പ് ഫെൻസിനടുത്ത് തന്നെ നിന്ന് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ലേക്ക്. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ ആനക്കൂട്ടം. ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കൊമ്പനുണ്ട്. ഈ ഒരു ആനക്കൂട്ടത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവൻ തന്നെയായിരുന്നു. വണ്ടി അവിടെ നിർത്തിയിട്ട് കുറേ നേരം ഞങ്ങൾ അവനെ തന്നെ നോക്കി നിന്നു. പുള്ളിക്കാരൻ എന്തായാലും ഞങ്ങളെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാംസഭോജികളായിട്ടുള്ള എനിമൽസിൻ്റെ സെക്ഷനിലേക്കാണ്. അടുത്തതായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് ഈ കരടിക്കുട്ടന്മാരായിരുന്നു. അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തേയില്ല. അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ബഹളം വെച്ചാലും വണ്ടിയുടെ ഒച്ച കേട്ടാലും അവരൊന്നും ഒട്ടും മൈൻഡാക്കില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മൃഗങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഒച്ചയായിട്ടും ഇപ്പോൾ വണ്ടിയിൽ ചില കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് അത്യാവശ്യം ഓളിയൊക്കെ ഇടും. അതൊന്നും ഈ മൃഗങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്തത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഓരോ ദിവസവും അവരിങ്ങനെ എത്ര വണ്ടികളിൽ എത്ര ആളുകളെ കാണുന്നതാണ്. അവരിതിനോടൊക്കെ വളരെയധികം യോജിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയായാലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു സഫാരിക്കൊക്കെ പോകുമ്പോൾ ഒരു മിനിമം ഡിസിപ്ലിൻ നമ്മൾ പാലിക്കണം. ഓവർ എക്സൈറ്റഡ് ആയിട്ട് കൂകി വിളിക്കുക, അതുപോലെ അവരിങ്ങോട്ട് നോക്കാൻ വേണ്ടി ടീസ് ചെയ്യുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികളാണ്. പിന്നീട് ഞങ്ങൾ കണ്ടത് ഈ യാത്രയിൽ ഞങ്ങൾ ഏറെ കാണാൻ കൊതിച്ചിരുന്ന സിംഹത്തെയാണ്. 2 പെൺസിംഹങ്ങൾ. ആദ്യം ഒരാൾ അങ്ങനെ കൂളായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ മറ്റവൾക്ക് ഞങ്ങൾ അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അവൾക്ക് ഞങ്ങളെ കണ്ട പാടെ അങ്ങ് ഇറങ്ങിപ്പോയി. അതിൻ്റെ പിന്നാലെ മറ്റോളും ഇറങ്ങിപ്പോയി. എന്തായാലും ഇവരുടെ ഫേസ് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് അധിക നേരമൊന്നും വിഷമിച്ചിരിക്കേണ്ടി വന്നില്ല. ദ റിയൽ കിങ് ആൻഡ് ക്യൂനിൻ്റെ എൻട്രി. ആ ഗാംഭീര്യമുള്ള മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും കാട്ടിലെ രാജാവ് എന്ന് വിളിക്കാതിരിക്കുമോ? എന്തായാലും ഈ ഒരു അടിപൊളി കാഴ്ച കണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത മൃഗങ്ങളെയൊക്കെ കാണണ്ടേ എന്ന് കരുതിയിട്ടാണ് ഡ്രൈവർ ചേട്ടനോട് വണ്ടി എടുത്തോളാൻ ഞങ്ങൾ പറഞ്ഞത്. പിന്നീടാണ് കാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള മൃഗമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കടുവച്ചാരെ കണ്ടത്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ കേമത്തരം. കാടിനെ പറ്റിയും കാട്ടുമൃഗങ്ങളെ പറ്റിയിട്ടൊക്കെ നന്നായി അറിയുന്നവർ പറയുന്നത് കാട്ടിലെ രാജാവ് ശരിക്കും കടുവകളാണ്, സിംഹങ്ങളല്ല എന്നാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഞങ്ങൾ കണ്ട കടുവച്ചാര് ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് ഒന്നും തന്നെ മുഖം തന്നില്ല.
അവനങ്ങ് ദൂരെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു വെള്ളക്കടുവേനെ കണ്ടു. പണ്ട് മൈസൂർ സൂവില് വെള്ളക്കടുവേനെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഡൗട്ടാണ്, ഇവരെന്താ ഇങ്ങനെ വെള്ളച്ചിരിക്കുന്നത് എന്ന്. പിന്നീട് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ നിന്ന് കിട്ടേണ്ട ചില ജീനുകൾ കിട്ടാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ വെളുത്തിരിക്കുന്നത് എന്ന്. എന്തായാലും വണ്ടിയിലുള്ള ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇവൻ ഇങ്ങനെ വെള്ളച്ചിരിക്കുന്നത് എന്ന്. അത്യാവശ്യം നിലവാരമുള്ള ഒരു തമാശയായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങ് ചിരിച്ചു കൊടുത്തു. ഇതുകൂടാതെ പതിവിൽ നിന്ന് വിപരീതമായി ഇവൻ അങ്ങ് ദൂരെ മാറിയൊരു കൂട്ടിലായിരുന്നു. ഇനിയിപ്പോ ഇവൻ അപ്പുറത്തുള്ള സൂവിലെ കടുവയാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നിനെയും കാണുന്നുണ്ടാകില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കണ്ണുകളിൽ ഇങ്ങനെയൊരു പെൺസിംഹവും ഒരു ഗംഭീര ആൺസിംഹവും കുടുങ്ങുന്നത്. ആ തിരിഞ്ഞുനോട്ടം കണ്ടോ? വണ്ടിയിലിരുന്ന് ആരൊക്കെയോ ബഹളം വെച്ചതിനാണ് അവന്റെ ഈ പേടിപ്പെടുത്തല്. എന്തൊക്കെയായാലും അവനെ അധികം അങ്ങ് മുഷിപ്പിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വണ്ടി വിട്ടു. അങ്ങനെ ഓർമ്മത്താളുകളിൽ സൂക്ഷിച്ചു വെക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ആ സുന്ദര യാത്ര ഞങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു. ടു ബി ഫ്രാങ്ക്, സഫാരി കണ്ട് മനം നിറഞ്ഞ ഞങ്ങൾക്ക് ഇനി സൂ കാണണോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടില്ലായിരുന്നെങ്കിൽ അതൊരു വൻ നഷ്ടമായേനെ. സൂ കൂടെ കണ്ടിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി. സൂ ആണോ സഫാരി ആണോ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. എന്തായാലും സൂവിന്റെ കാഴ്ചകൾ ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തൂ.